നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്നെ ഇത്രയും നാണം കെടുത്തുന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ അഞ്ജലി? സ്വന്തം കല്യാണം നടത്താൻ വേണ്ടി അമ്മാവൻ നിന്റെ കല്യാണം നടത്താൻ വേണ്ടി 25 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് അത് തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ അഞ്ജലി? നാണക്കേടായിപ്പോയി. ഇത്രയും വലിയ കോടീശ്വരനായ രാജ്മോഹൻ അങ്കിളുടെ വീട്ടിൽ കയറി വന്ന് നിസാര 25 ലക്ഷം രൂപയ്ക്ക് വഴക്കുണ്ടാക്കാന്ന് പറഞ്ഞാ എന്തൊരു മോശായിപ്പോയി. അതിന് അങ്കിള് കാശ് കൊടുക്കാനില്ലല്ലോ, ഞാനല്ലേ കടക്കാരി. മതിയല്ലോ. മരുമകൾ ഉണ്ടാക്കി വെച്ച കടം അമ്മായിയച്ഛന്റെ തലയിലിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതിന് അങ്കിൾ എന്നെ മരുമകളായി അംഗീകരിച്ചിട്ടില്ലല്ലോ. എല്ലാവരുടെയും മുമ്പ് വെച്ച് അത് അങ്കിള് പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ ആ നാണക്കേട് എങ്ങനെയാ അങ്കിളിന്റെ തലയിലാവുന്നേ? ഈ വീട്ടിലെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാ. ഇവിടെ അങ്കിളിനോട് കടം ചോദിച്ചു വന്നേ ആളുകൾക്ക് ശീലമുള്ളൂ. കടം കൊടുത്ത കാശ് തിരികെ ചോദിക്കാൻ വന്ന സംഭവം ഇവിടെ ഇല്ല. സ്വന്തം അമ്മാവന്റെ മകനെ കല്യാണം കഴിക്കാൻ തയ്യാറായി അയാളെ കൊണ്ട് കാശും ചെലവാക്കി കതിർ മണ്ഡപത്തിൽ എത്തിയപ്പോ കാലുമാറിയ ആളല്ലേ നീ. നിന്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വിക്കിയെ കല്യാണം കഴിച്ച് കോടീശ്വരന്റെ മരുമകളായി വന്ന ശേഷം അങ്കിളിനെ കൊണ്ട് കല്യാണത്തിന് ചെലവായ കാശ് ജഗന്നാഥൻ അങ്കിളിന് കൊടുപ്പിക്കുക. ഇതായിരുന്നില്ല നിന്റെ പദ്ധതി. അങ്കിള് നിന്റെ മരുമകളായി അംഗീകരിക്കാതെ വന്നതോടെ ആ പ്ലാനങ്ങ് പൊളിഞ്ഞു. ഇനി നീ എങ്ങനെ ഈ 25 ലക്ഷം രൂപ ജഗന്നാഥൻ അങ്കിളിന് തിരിച്ചു കൊടുക്കുമെന്ന് എനിക്കൊന്ന് കാണണം. നീ ആരെ പണയം വെച്ചിട്ട് ആ കാശ് തിരിച്ചു കൊടുക്കും? നീ ആ കാശ് തിരിച്ചു കൊടുക്കാതിരിക്കുന്ന ഓരോ നിമിഷവും നിന്റെ മുത്തശ്ശി യശോദാമ്മ ആ വീട്ടില് പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുക.